സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം, ഒരു തിങ്കളാഴ്ച, നല്ല മഴയുണ്ട്. ആലപ്പുഴ ജില്ല, കോമല്ലൂർ. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനൊരു സുഖമുള്ള പേരായിരുന്നു. ഇപ്പോഴും ആ പേരിന് സുഖക്കുറവില്ല. പക്ഷേ സ്വഭാവത്തിൽ ശകലം മാറ്റം വന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആഠ്യത്വമോ ബ്രാഹ്മണത്വമോ നായരിസമോ ചോവനിസമോ പുലേനിസമോ കുറവനിസമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിസമോ അല്ലെങ്കിൽ മുസ്ലിംസോ ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നൊരു സാഹചര്യം അങ്ങയെപ്പോലുള്ളൊരു മനുഷ്യൻ്റെ മുകളിൽ ചോദിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ അങ്ങയെപ്പോലെ ഇത്രയും നല്ല സിനിമ എടുത്തിട്ടുള്ള മനുഷ്യർ വളരെ കുറവാണ്. അടൂർ എന്ന് പറഞ്ഞാൽ അധികം ദൂരമല്ല. ഇവിടുന്ന് 20 മിനിറ്റ് അല്ലെ 20 മിനിറ്റ് ഒരു വണ്ടി യാത്ര ചെയ്താൽ എത്താവുന്നതാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അങ്ങ് സ്കൂട്ടിയിലും സ്കൂട്ടറിലും യാത്ര ചെയ്യുന്നത് ഞാൻ ആക്കുളത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങയുടെ സ്വന്തം സ്വസ്ഥത. എന്നാൽ ഒരു പാവപ്പെട്ട സമുദായം എന്ന് അങ്ങനെ തന്നെ പറയുന്നു, SC വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് 1.5 കോടി രൂപ കൊടുത്ത് ഒരു ഫിലിം എടുക്കാൻ കൊടുത്താൽ അത് എടുക്കണമെങ്കിൽ ആഠ്യത്വം വേണം എന്ന് പറയാൻ ഇയാളാര്? എന്ത് വകുപ്പിലാണ് അങ്ങനെ പറയുന്നത്? ഈ ആഠ്യത്വം ആർക്കാ കൽപ്പിച്ചു കൊടുത്തേക്കുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങയെപ്പോലുള്ള ആൾ, എൻ്റെ അച്ഛൻ്റെ പ്രായം കാണും, അങ്ങയെപ്പോലുള്ള ആളെ ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയാറില്ല, പറയാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങയുടെ നാവിൽ നിന്ന് അങ്ങനൊരു വാക്ക് വന്നു? പഞ്ചമിയുടെ കാലം എടുത്തുകൊണ്ട് വരരുത്. ഇപ്പോൾ അവസാനം നമ്മുടെ ഇന്ത്യ ഒരു അവാർഡ് കൊടുത്തല്ലോ, ഒരു പാട്ട് പാടിയ ഒരു നഞ്ച്, ആ പേരെൻ്റെ നാക്കിൽ നിന്ന് പോയി. ആ സ്ത്രീക്ക് അവാർഡ് കൊടുത്തല്ലോ. എത്ര മനോഹരമായിരുന്നു, എത്ര സന്തോഷത്തോടെ നമ്മൾ കണ്ടത്. ഞങ്ങളെ പാവപ്പെട്ടവന്മാർ പുലയനും കുറവനും ചുമക്കുന്ന നെല്ലിൻ്റെ അരി നിനക്ക് കഴിക്കാം, അവരുണ്ടാക്കുന്ന സിനിമ നിനക്ക് പാടല്ലേ? എന്നാടാ നിൻ്റെയൊക്കെ സംസ്കാരം? നിൻ്റെ സംസ്കൃതി എന്താ? കൾച്ചറൽ അവയർനെസ് എന്നൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ആ അവയർനെസ് എന്താണ്? ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ജാതി പ്രത്യേകത ഉണ്ടാക്കിയത് ഇവിടുത്തെ ഹിന്ദു തന്നാണ്. ഇവിടുത്തെ മുസ്ലിം അല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല. എന്താണ്? സവർണൻ നടന്നു വരുമ്പോൾ അവർണൻ്റെ നിറം പോലും അവൻ്റെ ബിംബം പുറത്തു വീഴാൻ പാടില്ല. നിഴൽ വീണാലും പാടായിരുന്നു. മണിയടിച്ച് നടക്കണമായിരുന്നു. അറിയോ? മാറി മറയ്ക്കാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ ആരാണ് അവിടെ ജാതിസം ഉണ്ടാക്കിയത്? ഈ ജാതിസം പൂർണ്ണമായിട്ടുണ്ടാക്കിയത് ഇവിടുത്തെ ഹിന്ദുസ് തന്നെയാണ് ഇന്ത്യക്കകത്ത്. കാരണം എന്താ? വൈകുന്നേരമോ രാവിലെയോ എന്തെങ്കിലും കിട്ടണം, പാവപ്പെട്ട ഉണ്ടാക്കുന്ന എന്തെങ്കിലും കൊണ്ട് കാൽക്കൽ വെച്ച് തരണം, അങ്ങനൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുത്ത് ആ പഴയ കാലത്തേക്ക് പോകാം എന്ന് AI ചിന്താഗതി എടുത്തിരിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കുന്ന ഈ കേരളത്തിൽ അടൂർ ഗോപാലകൃഷ്ണ നിർത്തിയേക്കോ. ഇനിയും ജാതിസം ഇവിടെ വളരാൻ ഒരു മനുഷ്യനും സമ്മതിക്കില്ല. ആരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാൻ പാവപ്പെട്ടവരാർക്കും മനസ്സുമില്ല. അതുകൊണ്ട് നിർത്തിയേക്കുക. ജോൺസൺ കരുതും, ഞാനും നിർത്തും തൽക്കാലത്തേക്ക്.